ആഗസ്റ്റ് 9 ഞായറാഴ്ച ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 9 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 9ാം സ്ഥാനത്ത് ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ വിവ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,10,10,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4,40,40,000 രൂപയാണ് കളക്ട് ചെയ്തത്. 8ാം സ്ഥാനത്ത് നീരജ് മാധവ്, അൽത്താഫ് സലീം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പ്ലൂട്ടോ എന്ന മലയാള ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2,55,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 11 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 11 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,32,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രത്തിനൊരു നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ലഭിച്ചത്. ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറിയിരിക്കുകയാണ്. 7ാം സ്ഥാനത്ത് ദളപതി വിജയ് നായകനായി എത്തിയ ജനനായകൻ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 18 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 18 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 16,33,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രത്തിനൊരു നെഗറ്റീവ് പ്ലസ് മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റായി മാറിയിരിക്കുകയാണ്. 6ാം സ്ഥാനത്ത് മാധവൻ നായകനായി എത്തിയ GDN എന്ന തമിഴ് ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 7,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 17,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 5ാം സ്ഥാനത്ത് കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ ഉന്മാദം എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 11,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4,08 കോടിയാണ് നേടിയത്. ഒരു ബിലോ ആവറേജ് കളക്ഷൻ നേടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. 4ാം സ്ഥാനത്ത് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഹോളിവുഡ് ചിത്രം ദ ഒഡീസി എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 21,20,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 24 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 24 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 12,25,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ്. 3ാം സ്ഥാനത്ത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ഹോളിവുഡ് ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,76,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 11 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 11 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 32,65,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ്. 2ാം സ്ഥാനത്ത് ലോകേഷ് കനകരാജ് നായകനായി എത്തിയ DC എന്ന തമിഴ് ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2,45,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4,40,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള കളക്ഷനുമായി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 1ാം സ്ഥാനത്ത് വിസ്മയ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ തുടക്കം എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4,02 കോടിയാണ് നേടിയത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 10,25,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള കളക്ഷനുമായി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.